ഹലോ, ഹായ് മുത്തുമണീസുകളെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞത് നമുക്ക് ഇന്നൊരു പ്ലാസ്റ്റിക്കിൻ്റെ റെഡിമെയ്ഡ് ഷോപ്പിൽ നിന്ന് ഒഴിവാക്കിയ പൊട്ടിയ ഡമ്മി കിട്ടിയിട്ടോ. അപ്പോൾ എന്താ ഇത്, നമുക്കിന്ന് ആ ഡമ്മിയിലേക്ക് നമുക്ക് കുറച്ച് ചെടികൾ നടാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഞാനിന്ന് എന്ത് കിട്ടിയാലും ഒഴിവാക്കുന്ന ഒരാളല്ല കേട്ടോ. അപ്പോൾ എന്തിലേക്കും നമുക്ക് നടാന്നുള്ളത് നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ എങ്ങനെ ഉണ്ട് എന്നുള്ളത്. ഞാൻ പിന്നെ എന്ത് പൊട്ടിയ ഒരു പാത്രം കണ്ടാലും ഒരു ചിരട്ട കണ്ടാലും നമ്മൾ അതുപോലെ തേങ്ങൻ്റെ ഇളനീൻ്റെ ഒക്കെ തൊണ്ടൊക്കെ ഉണ്ടല്ലോ, അതിലൊക്കെ നട്ട് പിടിപ്പിക്കാൻ കഴിയും കേട്ടോ. എന്തിലും നട്ട് പിടിപ്പിച്ചാലും നമുക്ക് ഉഷാറായിട്ട് തന്നെ ഉണ്ടാവേണ്ടത്. അപ്പോൾ അതുപോലൊക്കെ ആർക്കെങ്കിലുമൊക്കെ ഒരു ഉപകാരം ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് ഞാൻ നടുന്നതൊക്കെ ഒന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഞാൻ പല വെറൈറ്റി സാധനങ്ങളിലാണ് ഞാൻ നട്ട് പിടിപ്പിക്കൽ. ഒന്നും ഇങ്ങനെ നമ്മൾ ക്യാഷ് കൊടുത്ത് ഇങ്ങനെ വാങ്ങണ ഇതില്ല കേട്ടോ. എനിക്ക് സാധാരണ അങ്ങനെ വാങ്ങിയല്ല. പിന്നെ ചെറിയ റേറ്റിനൊക്കെ ചെടിച്ചട്ടികൾ ഇങ്ങനെ കണ്ടാലുണ്ടല്ലോ ഒരു പൂതി ഇങ്ങോട്ട് വരും. അപ്പം ഞാനിങ്ങനെ വാങ്ങും. എന്നാലും എനിക്കിങ്ങനെ ഒഴിവാക്കിയ പാത്രങ്ങളിലേക്ക് നടുന്നതാണ് കേട്ടോ എനിക്ക് കൂടുതൽ ഇഷ്ടം. അപ്പോൾ അതാ നമ്മൾ മണ്ണ് ഇവിടെ ഓൾറെഡി ഉണ്ട്. പിന്നെ ഇത് ഞാൻ വളവും കാര്യങ്ങളൊന്നും കൂട്ടാത്ത സാധാ ഒരു മണ്ണാട്ടോ. അപ്പം ഞാൻ ഇതിൽ നടാൻ വിചാരിക്കുന്നത് നമ്മൾ 10 മണി മുല്ല ചെടികളാണ് കേട്ടോ. അതാണ് ഇപ്പം നമ്മളെ കയ്യിൽ അധികമായിട്ടുള്ള ഒരു ചെടി എന്ന് പറഞ്ഞത്. അപ്പോൾ ഇപ്പോൾ അതൊക്കെ എന്താണെന്ന് വെച്ചാൽ 10 മണി ഒരു 8 മണിയൊക്കെ ആകുമ്പോഴത്തേനും നമ്മളെ വീട് മുറ്റത്ത് ഫുള്ള് ഇപ്പോൾ പൂവിട്ടിങ്ങനെ നിൽക്കുന്ന ഒരു സമയമാട്ടോ. നല്ല ഭംഗിയാണ് ഈ ചെടി. ഒരു കളറായാലും നല്ലൊരു ഭംഗിയാണ് എല്ലാം. അപ്പോൾ എൻ്റെ കയ്യിൽ ഇപ്പോൾ 2-3 കളറുണ്ട്. അപ്പോൾ ഞാനത് അതന്നെ അതിലേക്ക് ഇങ്ങനെ പൊട്ടിച്ച് നടാമെന്ന് വിചാരിച്ച്. ഇതിലൊക്കെ നടുമ്പോൾ ഉണ്ടല്ലോ കുറഞ്ഞ സ്ഥലവും ഒരുപാട് നമുക്കിത് ചെടികളും കുഴിച്ചിടാം. എന്നിട്ട് ചെടി മാത്രമല്ല പച്ചക്കറികളും കുഴിച്ചിടാം കേട്ടോ. നമുക്ക് ചീര അങ്ങനത്തതൊക്കെ അതിലേക്ക് കുഴിച്ചിടാം. അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടത് 10 മണി മുല്ല ചെടിയാണ്. അപ്പോൾ അതിലേക്ക് നടാമെന്ന് വിചാരിച്ച്. ഇതൊക്കെ നമുക്ക് ടെറസിൻ്റെ മുകളിൽ വെച്ചാട്ടെ ഇതിലിങ്ങനെ മണ്ണ് നിറച്ചിട്ട് നമുക്ക് ഓരോ തൈകളൊക്കെ മുളപ്പിക്കാനൊക്കെ ഫസ്റ്റ് സാധനമാണ്. അപ്പോൾ നമുക്ക് ഒരുപാട് തൈകൾ ഉണ്ടാവും. എന്നിട്ട് നമുക്ക് പിരിച്ച് കുഴിച്ചിടാം. അപ്പോൾ ഞാൻ ഫസ്റ്റ് ഒന്ന് ട്രൈ ചെയ്തൊക്കെ എങ്ങനത്തേലൊക്കെ നട്ട് നോക്കിയാൽ എങ്ങനെ ഉണ്ട് എന്നുള്ളത് എന്തായാലും ഉണ്ടാവും എന്നുള്ളൊരു ഉറപ്പാണ്. ഞാനിപ്പോൾ ഒരുപാട് പാത്രങ്ങളിലായാലും ഒഴിവാക്കിയ പൊട്ടിയ ഒഴിവാക്കിയ പാത്രങ്ങളിലൊക്കെ നട്ട് പിടിപ്പിച്ചിട്ടു നല്ല ഉഷാറിൽ തന്നെ എൻ്റെത് ഉണ്ടായി വന്നു കേട്ടോ. ഇപ്പോൾ നമ്മൾ ടെറസിൻ്റെ മുകളിലാണെങ്കിലും നല്ലൊരു പിന്നെ ചാക്കിലാട്ടോ നമ്മളൊരു വത്തക്ക നട്ടിന്. ഇത് ഉണ്ടാവുമോ ഇല്ലേ എന്നുള്ളതൊന്നും നമുക്കറിയില്ല. ഒന്ന് ജസ്റ്റ് ഒന്ന് നട്ട് നോക്കിയതിന്. അപ്പോൾ നട്ട് നോക്കിയപ്പോഴല്ലേ നല്ല ഉഷാറിൽ നമ്മളതിൽ ഒരു വത്തക്ക ഉണ്ടായിന് കേട്ടോ. അത് കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. നമ്മൾ നട്ടാൽ ഉണ്ടാവും എന്നുള്ളത്, എന്തിനും നട്ടാലും നമുക്ക് ഉണ്ടാവും എന്നുള്ളത് ഉറപ്പാണ്. ഇതുപോലൊക്കെ ഒഴിവാക്കിയ പാത്രങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ വീട്ടിൽ നമ്മളെ പണികളൊക്കെ കഴിഞ്ഞ് വെറുതെ ഫ്രീ ആയി നിൽക്കുന്ന സമയത്തുണ്ടല്ലോ ഒരു 10-15 മിനിറ്റ് ടൈമിന് നമ്മൾ ഇങ്ങനത്തെ ഓരോ പണികളെടുത്ത് നോക്കിയാൽ നമുക്ക് നല്ലതാണ്. അതുകൊണ്ട് ഞാൻ ഇങ്ങനത്തെ ഓരോന്ന് ചെയ്യും. അത് നിങ്ങൾക്ക് ഞാൻ മുന്നിലേക്ക് ഞാൻ കാണിച്ചു തരും കേട്ടോ. അപ്പോൾ ആർക്കെങ്കിലും ഒരു ഉപകാരപ്പെടുകയാണെങ്കിലോ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ അതാ ഞാൻ ഡമ്മി 3 ഇങ്ങനെ ഇതുപോലെ മണ്ണ് നിറച്ച് ഒന്ന് വെള്ളം കൊടി കേട്ടോ. പിന്നെ ഇതിലേക്ക് ഒരു വളത്തിൻ്റെ ഒരു ആവശ്യമില്ല. ഞാൻ നടുന്നതിൻ്റെ 10 മണി മുല്ല ചെടികളാണല്ലോ. അതുകൊണ്ട് ഇത് മാത്രം മതി എന്ന് വിചാരിച്ച് മണ്ണ് മാത്രം മതി. പിന്നെ ഞാൻ സാധാരണ വളമായിട്ട് ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ നമ്മൾ കിച്ചണിൽ നമ്മളെ പച്ചക്കറികളൊക്കെ ഉണ്ടല്ലോ, ഉള്ളിത്തൊണ്ട്, വെളുത്തുള്ളിൻ്റെ തൊണ്ട്, കോഴിമുട്ടൻ്റെ തൊണ്ട്, അതൊക്കെയാണ് ഇട്ടിൻ്റെ സാധാരണ എൻ്റെ വളം തന്നെ. ഞാൻ പിന്നെ ക്യാഷ് എടുത്ത് വാങ്ങണതൊന്നുമില്ല. പിന്നെ കഞ്ഞിവെള്ളം, അലോവേര ഇല അതൊക്കെയാണ് കേട്ടോ. അങ്ങനത്തെ ഇതിനോടൊക്കെ ഉപയോഗിച്ചിട്ടുള്ളതാണ് നമ്മൾ സാധാ ചെയ്യൽ. ഇതാ ഞാൻ ചെടീൻ്റെ 10 മണി ചെടീൻ്റെ കുറച്ച് കമ്പ് ഇങ്ങനെ പൊട്ടിച്ച് കൊണ്ടുവന്ന് ഇനി ഇതുപോലെ ഇങ്ങോട്ട് നട്ട് പിടിപ്പിക്കാം കേട്ടോ. ഇത് പെട്ടെന്ന് ഉണ്ടാവും. നമ്മളിത് കുറേ വെയിറ്റ് ചെയ്ത് നിൽക്കേണ്ട ഒരു സമയമല്ല കേട്ടോ. ഇത് നട്ടിട്ട് ഒരാഴ്ചനോട് തന്നെ നമുക്ക് ഉഷാറായിട്ട് 5-6-7 ദിവസം കൊണ്ട് തന്നെ ഇത് ഉഷാറായിട്ട് ഇങ്ങോട്ട് വരും കേട്ടോ. പെട്ടെന്ന് വേഗം പൂവിട്ട് നിൽക്കും ചെയ്യും. നമുക്കിന്നെ പൂവിട്ട് കാണാനാണല്ലോ ഭയങ്കര ഭംഗി. അതുപോലെ പച്ചപ്പിലിങ്ങനെ നമ്മളെ മുറ്റം നിൽക്കുമ്പോൾ എന്ത് ഭംഗിയല്ലേ കാണാൻ. ഇതുപോലൊക്കെ ഒന്നെല്ലാം ഒഴിവാക്കിയ നമ്മളൊക്കെ വീട്ടുകളിലൊക്കെ എന്തായാലും ഒഴിവാക്കിയ പല പാത്രങ്ങളും ഉണ്ടാവും. അതൊക്കെ നമ്മൾ ആക്രിക്കാർക്ക് കൊടുക്കലാണ്. പിന്നെ ഇങ്ങനത്തേനോടൊക്കെ താല്പര്യമുള്ള ആൾക്കാരാണെങ്കിൽ ഇങ്ങനത്തെ ഓരോന്നിലും നമ്മൾ നടാൻ നിൽക്കും കേട്ടോ. ഇങ്ങനൊക്കെ ഒന്ന് എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണേ. വെറുതെ നിൽക്കുന്ന ടൈമിലൊക്കെ ഉണ്ടല്ലോ ഇങ്ങനത്തെ ഓരോ പണികളെടുത്താൽ ഞമ്മക്കും സന്തോഷമാണ്. വീട് മുറ്റം കാണാനാണ് ഒരു പ്രത്യേക ഒരു ഭംഗിയാണ് കേട്ടോ. നമ്മൾ എന്ത് നട്ട് പിടിപ്പിച്ചാലും ഉണ്ടാവും എന്നുള്ളത് ഉറപ്പാണ്. നമ്മളൊരു മടി കാരണമാണ് നമ്മൾ ഇങ്ങനത്തെ ഒരു കാര്യങ്ങളും ചെയ്യാത്തത്. ഇപ്പം തന്നെ ഞാൻ ഒരുപാട് പച്ചക്കറി കുഴിച്ചിട്ട് അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. നമുക്ക് തന്നെ നമ്മളെ ആവശ്യത്തിനുള്ള നമ്മളെ വീട് മുറ്റത്ത് നമുക്കൊരു പച്ചക്കറി തോട്ടം, ഒരു ഗാർഡനിങ് ചെടിത്തോട്ടം അതൊക്കെ ഉണ്ടാകുമ്പോണ്ടല്ലോ നമ്മൾ രാവിലെ
കിച്ചണിലേക്കാട്ട് ഇറങ്ങും, കുറേ പണികളെടുക്കും. അതിൻ്റെ ഇടയിലൂടെ ഇതിനായിട്ട് ഒരു ടൈം നമ്മൾ കണ്ടെത്തിയാലുണ്ടല്ലോ, പിന്നെ ഭക്ഷണം കഴിക്കുക, തിന്നുക, കുടിക്കുക, ഇതന്നെ ചെയ്തിട്ട് കാര്യമല്ലല്ലോ. ഇതുപോലൊക്കെ ഒന്ന് ചെയ്ത് നോക്കേണ്ടി. പിന്നെ വേഗം പോയി കിടന്നുറങ്ങുക. ഈ കിടക്കണൊക്കെ സമയത്ത് നമുക്ക് എന്താ ശരീരത്തിനും നല്ലതാണ്, നമ്മളെ കഴിക്കൊക്കെ നല്ലതാണ്. കുറച്ചൊക്കെ കഴിയുമ്പോൾ മണ്ണും ചെളിയൊക്കെ ആവണത് ഏറ്റവും നല്ല. ഇപ്പോഴത്തെ കാലത്ത് ആരും കഴിയുമ്പോഴൊന്ന് ചെളിയാക്കുക, മണ്ണാക്കുക, അങ്ങനത്തെ പണികളൊന്നും ആർക്കില്ല. ഒക്കെ അപ്പം കമ്പ്യൂട്ടർ യുഗമാണല്ലോ. എടുക്കുകയൊക്കെ ഇങ്ങനത്തെ ഒക്കെ ഒരു കാലങ്ങളാകുമ്പം നമ്മൾ എല്ലാത്തിനും നല്ലൊരു ഉഷാറാണ് കേട്ടോ. അപ്പം ഞാൻ നട്ട് പിടിപ്പിച്ചതാ, കണ്ടില്ലേ ഇങ്ങനെ ഉണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് കമൻ്റ് അറിയിക്കട്ടോ. ഞാനിത് ഉണ്ടായിട്ട് ഇനി ഞാൻ കാണിച്ചു തരുന്നുണ്ട് എങ്ങനെ ഉണ്ട് എന്നുള്ളത്. നിറയെ പൂവിട്ട് നിന്നിട്ട് നമ്മളിതെല്ലാം ഞാൻ നിങ്ങൾക്ക് നടുന്നതും അതുപോലെ ഉണ്ടായിട്ടും ഞാൻ ഇതുവരെ കാണിച്ചു തന്നതാട്ടോ. കണ്ടില്ലേ? അതൊക്കെ ഒന്ന് കമൻ്റ് അറിയിക്കണേ. പിന്നെ അതുപോലെ നിങ്ങളുടെ അടുത്തൊക്കെ പല ഒഴിവാക്കിയ പ്ലാസ്റ്റിക് പാത്രങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടെങ്കിൽ നമ്മളോട് പറഞ്ഞാൽ നമ്മളത് എടുക്കുന്നതാട്ടോ. നമുക്ക് എന്തെങ്കിലുമൊക്കെ നട്ടുപിടിപ്പിക്കാമല്ലോ. ഇതൊക്കെ ഞാൻ ഇപ്പം മല്ലിക തഴിയൊക്കെ ഇങ്ങനെ വിത്ത് പാകി ഉണ്ടാക്കിയതാണ്. അതൊക്കെ ഉഷാറായിട്ട് ഉണ്ടായി വന്നിന്. അപ്പം ഇങ്ങനത്തെ ഒക്കെ ഓരോന്ന് ചെയ്ത് നോക്കേണ്ടി എല്ലാവരും. പിന്നെ എന്തൊക്കെയുണ്ട്, എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നുണ്ട്. അൽഹംദുലില്ലാ ഒക്കെ റാഹത്താണ് ഞങ്ങൾക്ക്. ഇനി ഒക്കെ ഇനി മുന്നോട്ടേക്ക് ഇങ്ങനെ ഉഷാറായിട്ട് തന്നെ പോകണം. പിന്നെ ഇപ്പോൾ ആണെങ്കിൽ ഭയങ്കര ഒരു പ്രയാസത്തിലൂടെയാണല്ലോ, യുദ്ധവും കാര്യങ്ങളൊക്കെ ആണല്ലോ. അപ്പോൾ നമ്മളൊക്കെ ആർഭാടങ്ങളൊക്കെ ഒന്ന് ഒഴിവാക്കിയിട്ട് നല്ല ഉള്ളതുകൊണ്ട് ജീവിച്ച് കഴിയാൻ. എന്തൊക്കെയാണ് സംഭവിക്കുക ഒന്നും പറയാൻ പറ്റൂല. അപ്പോഴൊക്കെ തന്നെ ഒരുപാട് കടകൾ പൂട്ടി, എന്താ ഗ്യാസ് ഇല്ലാത്തത് കൊണ്ട്. അപ്പോൾ എല്ലാം വലിയൊരു ബുദ്ധിമുട്ടിലേക്കാണ് പോണത്. അപ്പോൾ നമ്മളെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടാൽ, ആദ്യമായിട്ട് നമ്മളെ വീഡിയോസൊക്കെ കാണുന്നവരാണെങ്കിൽ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളെ കമൻ്റ് അറിയിക്കുക കേട്ടോ. വിലപ്പെട്ട കമൻറ്റുകൾ അറിയിക്കുക. പിന്നെ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരേക്കും ബായ്. ഓക്കേ.